ഹേ ഗായ്സ്, ഇത് പെരുന്നാൾ കഴിഞ്ഞ് ആ ടൈമിൽ എടുത്ത ഒരു വീഡിയോ ആണ്. ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല. ഒരുപാട് വീഡിയോസ് ഇതേപോലെ കിടപ്പുണ്ട്. വീഡിയോ എടുക്കുന്നതല്ലാതെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുവാണ്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമായിരുന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് ഏതോ ഒരു ദിവസം അവധി ഉണ്ടായിരുന്നു. അന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതാണ് മെഹന്തിയൊക്കെ കയ്യിലുണ്ട്. ആ ടൈമിൽ ഒരു ഹോളിഡേ ആണ്. രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് പോയി. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് പോയത്. ഉറക്കം വന്നിട്ട് വയ്യാതെയാണ് രാവിലെ തന്നെ എണീച്ച് പോകുന്നത്. രാവിലെ വാപ്പ ഓഫീസിൽ പോകുന്നതിന് മുന്നേ വാപ്പ ഹോളിഡേ ആണെങ്കിൽ ഓഫീസിൽ പോകും. അപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഞങ്ങളെ കൊണ്ട് ഫുഡൊക്കെ വാങ്ങി തിരിച്ചു കൊണ്ടാക്കിയിട്ട് പോകാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ നേരെ കോളേജ് ജംഗ്ഷനിലുള്ള നമ്മുടെ ലക്ഷ്മി ബേക്കറിയുടെ തൊട്ടടുത്തുള്ള അവരുടെ തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടല്ലോ, അവിടെയാണ് പോയത്. എല്ലാവരും നല്ല ഉറക്കപ്പിച്ചിലാണ്. കാരണം തലേ ദിവസം ഏതോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ലേറ്റായി. അപ്പോൾ ലേറ്റായി വന്നതിൻ്റെ ഒരു ഇഫക്റ്റിലാണ് രാവിലെ തന്നെ ബോധം കെട്ട കണക്കിരിക്കുന്നത്. അങ്ങനെ രാവിലെ അവിടെ ചെന്നിരുന്ന് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ഒക്കെ എടുത്ത് വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ മുഖമൊക്കെ കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വാപ്പ ഞങ്ങളെ തിരിച്ചു കൊണ്ടാക്കിയിട്ടാണ് വാപ്പ ഓഫീസിൽ പോയത്. രാത്രി നല്ല ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ രാവിലെ കുക്കിംഗ് ഒന്നും നടക്കത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് രാവിലെ ഫുഡ് കഴിക്കാൻ പുറത്തു പോയത്. ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ അപ്പുറത്തിരിക്കുന്നവർ വിചാരിച്ചാണ് എനിക്ക് പ്രാന്താന്ന്. പാത്തുവിൻ്റെ ക്യാമറയെ നോക്കിയാണ് അങ്ങനെ ചെയ്തത്. എല്ലാവരും നെയ് റോസ്റ്റും പ്ലെയിൻ ദോശയൊക്കെയാണ് ഓർഡർ ചെയ്തിരുന്നത്. രാവിലെ തന്നെ നോൺ വെജ് കഴിക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെ കയറിയത്. ഫുഡ് ആക്ച്വലി ഓക്കെ ആയിരുന്നു. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് വാപ്പ ഓഫീസിൽ പോയി. പിന്നെ വീണ്ടും സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. വാപ്പ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. പാത്തുവിന് യൂണിഫോം നോക്കാനുണ്ടായിരുന്നു. അവളുടെ വൈറ്റ് ടോപ്പ് മുന്നത്ത് മാറ്റി വേറെ ടോപ്പ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അവൾക്ക് വൈറ്റ് ടോപ്പും ബ്ലാക്ക് പാൻറ്റും ആണ് നോക്കുന്നത്. അപ്പം പാൻറ്റ് കിട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് വൈറ്റ് ടോപ്പ്, നല്ല വൈറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മൾ പള്ളിമുക്കിലുള്ള പൂജയിലാണ് കയറിയത്. കുറെ നോക്കിയപ്പം നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഉള്ള മെറ്റീരിയൽ കിട്ടിയില്ല. അങ്ങനെ പിന്നെ അതെടുക്കാതെ വാപ്പാക്കുള്ള ഷർട്ട് നോക്കി. അങ്ങനെ കുറേ നേരം ഷർട്ട് നോക്കിയിട്ടാണ് ഓരോന്ന് സെലക്ട് ചെയ്തത്. നിങ്ങളാണ് വാപ്പയുടെ ഒഫീഷ്യൽ സ്റ്റൈലിസ്റ്റ്. വാപ്പാക്ക് യൂഷ്വലി കറക്റ്റ് ഫിറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഓട്ടോയുടെ ഷർട്ടാണ്. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റ് വരുന്നത് വാപ്പാക്ക്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ബെറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെയും ഏറെക്കുറെ കറക്റ്റ് ഫിറ്റ് ആണ് വരുന്നത്. പക്ഷേ LPയിലൊന്നും കറക്റ്റ് ഫിറ്റ് കിട്ടാറില്ല. അതായത് വാപ്പാക്ക് സ്ലിം ഫിറ്റ് പറ്റില്ല. അപ്പൊ റെഗുലർ ഫിറ്റ് ആണ് വേണ്ടത്. അപ്പം റെഗുലർ ഫിറ്റ് കിട്ടുന്ന ബ്രാൻഡ്സ് കുറവാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അത്ര നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് കളേഴ്സ് ആയിരിക്കില്ല. അങ്ങനെ ഇപ്രാവശ്യം നോക്കിയത് ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. സീറോയുടെ ബ്രാൻഡാണെന്ന് തോന്നുന്നു. സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ എന്തോ ഡിവിഷൻ ആണെന്ന് തോന്നുന്നു ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ബ്രാൻഡിൽ പക്ഷെ നല്ല കളേഴ്സും ഉണ്ടായിരുന്നു, നല്ല റെഗുലർ ഫിറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് രണ്ടോ മൂന്നോ ഷർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ താഴെ വന്നു കുറേ നേരം എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. എനിക്ക് തോന്നുന്നു എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. ബീച്ചിൽ പോകണോ, ഫുഡ് കഴിക്കാൻ പോകണോ, എന്താണെന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. ഡിസ്കഷന്റെ ലാസ്റ്റ് പിന്നെ ഫുഡ് കഴിക്കാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നേരെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബീച്ചിൽ പോയി. ഇവളിത് എന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇടയ്ക്ക് ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഇപ്പോഴാണ് ഞാൻ വീഡിയോ കാണുന്നത്. നമ്മൾ നേരെ ചിന്നക്കടയിലുള്ള ജനറൽ ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും, പണ്ട് മുതലേ ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. നല്ല ഫ്രൈഡ് റൈസ് ഒക്കെയാണ് അവിടെ. കയ്യിൽ മെഹന്തി ഇട്ടേക്കുന്നതുകൊണ്ട് കുറച്ചധികം ഞാൻ കൈയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കയറി. കാറ് നമ്മൾ പാർക്ക് ചെയ്ത് ഒത്തിരി ദൂരെയാണ്. കാര്യം ഒട്ടും സ്പേസ് കിട്ടത്തില്ല രാത്രി ആകുമ്പോഴേക്കും. ചിന്നക്കടയിൽ ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ അങ്ങനെ ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് നേരെ ചെന്നത്. അവിടെ ചെന്ന് നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും എന്തൊക്കെയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. എനിക്ക് കറക്റ്റ് ഒന്നും ഓർമ്മയില്ല. വീഡിയോയിൽ കാണുന്നത് മാത്രമേ അറിയാവൂ. എൻ്റെ ഭയങ്കര ക്ഷീണമായിരുന്നു. നല്ല ഓർമ്മയുണ്ട്. കാര്യം ഈ വീഡിയോയിൽ കാണാം ത്രൂ ഔട്ട് കോട്ടുക വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ രാവിലെ ആ തലേ ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ആ ക്ഷീണം ഉണ്ടായിരുന്നു. കയ്യിൽ മെഹന്തി ഇട്ടിക്കുന്നതുകൊണ്ടാണ് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ഷോ ഓഫ് ആണ് ഞാൻ അവിടെ കിടന്ന് കാണിക്കുന്നത്. ജോലി ചെയ്തൊക്കെ ക്ഷീണിക്കുന്നെന്ന് പറയുന്ന പോലെ ഞാൻ ഫുഡ് കഴിച്ചാണ് ക്ഷീണിക്കുന്നത്. നല്ല ടയർഡായിപ്പോയി. ഭയങ്കര ആഞ്ഞ് ഉള്ള എനർജി അത്ര എടുത്താണ് കഴിച്ചത്. ഭയങ്കര വിശപ്പായിരുന്നു തോന്നുന്നു. നല്ലപോലെ ആഞ്ഞ് കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി. പാപ്പായമ്മയും അവിടെ അപ്പുറത്ത് ചായ കുടിക്കാൻ നിന്നപ്പോൾ ഞാനും പാത്തുവും നടന്ന് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് തിരിച്ചു വന്നു. ഇപ്പോൾ കുറേ വർഷമായിട്ട് കൊല്ലം ബീച്ചിൽ നമ്മൾ കാലൊന്നും നനയ്ക്കാറില്ല. കാര്യം കുറേ ഇങ്ങ് കയറി, കടൽ ഒരുപാട് ഇങ്ങ് കയറി. അപ്പോൾ ഒരു പേടിയാണ് ഇപ്പോൾ കാല് നനയ്ക്കാനായിട്ട്. പണ്ട് എപ്പോഴും നമ്മൾ നനയ്ക്കുമായിരുന്നു. ബീച്ച് പിന്നെ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആണ്. മിക്കപ്പോഴും നമ്മൾ പോകാറുണ്ട്. ഓൾമോസ്റ്റ് ഒരു വീക്കിൽ 5 days എങ്കിലും ബീച്ചിൽ പോകും. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെ ഇങ്ങ് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.